അമേരിക്കൻ കോൺഗ്രസ് അവർ പറഞ്ഞൊരു മുദ്രാവാക്യം ശരിക്കും ഇന്നത്തെ കാലത്ത് ഒരു ജൂയിഷ് ജനോസൈഡ് ആണ് എന്നുള്ള ഒരു അതൊരു സത്യമാണ്. ഇവിടെ പലരും ആ ബോർഡുമായിട്ട് ഈ നദി മുതൽ സമുദ്രതീരം മുതൽ നദീതീരം വരെ പാലസ്തീൻ സ്വതന്ത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഇസ്രായേൽ ഉണ്ടാവാൻ പാടില്ലെന്ന് തന്നെ എൻ്റെ അർത്ഥം. അല്ല, അത് ജോഗ്രഫിക്കലായിട്ട് അതിന്റെ ഒരു ഇത് നോക്കുമ്പോൾ ദർ ഇസ് നോ ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേൽ ഇല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഇസ്രായേലികളില്ല, ജൂതന്മാരില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ഇതൊരു ജനോസൈഡിനുള്ള ഒരു ആഹ്വാനം എന്ന നിലയിലാണ് അവർക്കെതിരെ അവരെ സെൻഷർ ചെയ്തത്. അപ്പൊ അത് ആ അർത്ഥത്തിൽ. പിന്നെ അമേരിക്കയുടെ ഇസ്രായേൽ അനുകൂല നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയും ബ്രിട്ടനും വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ബാൽഫോർ ഡിക്ലറേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ കഴിഞ്ഞിട്ട് ബ്രിട്ടൻ ഇസ്രായേലികൾക്കെതിരെ അല്ല ജൂതന്മാർക്കെതിരെയുള്ള നിലപാട് എടുക്കുന്നുണ്ട്. അവരെ കയറ്റിക്കൊണ്ടുവരുന്ന കപ്പലുകൾ അവർ പറഞ്ഞ് തിരിച്ചുവിടുന്നുണ്ട്. അവരെ ഈ കുടിയേറ്റ നിരോധന നിയമങ്ങൾ വൈറ്റ് പേപ്പേഴ്സ് തന്നെ 30-ലും 31-ലും ഒക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ അവർക്കെതിരെയുള്ള നിയമനം എടുക്കുകയും അറബുകൾക്ക് അനുകൂലമായ നിലപാട് എടുക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല 37-ലെ പീൽ കമ്മീഷൻ റിപ്പോർട്ട് നോക്കൂ, 80-20 എന്നുള്ള ഡിവിഷനായിരുന്നു. പിന്നെ ഈ വുഡ്ഹഡ് കമ്മീഷൻ ആണെങ്കിൽ 85-15 90-10 എന്നുള്ള ഡിവിഷൻ വരുന്നുണ്ട്. ആംഗ്ലോ അമേരിക്കൻ ബ്രിട്ടീഷ് ആ ഒരു മാപ്പ് നോക്കുകയാണെങ്കിലും അതിനകത്ത് 80-20 വരുന്നുണ്ട്. അപ്പൊ ബ്രിട്ടൻ, അത് മാത്രമല്ല ബ്രിട്ടൻ ഈ 1947 UN ഈ 56-44 എന്നുള്ള രീതിയിൽ വിഭജിക്കുമ്പോൾ ബ്രിട്ടൻ അതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നില്ല, മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴൊന്നും അമേരിക്ക ഒരു വലിയൊരു സുഹൃത്തായിട്ടില്ലായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ അമേരിക്കയിൽ തന്നെ ഈ സയനിസത്തോട് ആഭിമുഖ്യമുള്ള ക്രിസ്ത്യൻസ്, അതായത് ഞാൻ പറഞ്ഞല്ലോ മതപരമായിട്ടുള്ള ഒരു റെക്കൺസൈൽമെന്റ് അവിടെ നടക്കുന്നു. അവര് പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം, ഈ ജൂതന്മാര് ബിബ്ലിക്കലായിട്ട് അവർക്ക് ബന്ധപ്പെട്ട സ്ഥലം അത് നേടിക്കൊടുക്കേണ്ടുന്നത് ക്രിസ്ത്യാനികളുടെ ചുമതലയാണ്. ക്രിസ്ത്യാനികളായ നമ്മൾ അത് സാക്ഷാത്കരിച്ചെങ്കിലേ നമ്മുടെ ബൈബിളും സാക്ഷാത്കരിക്കപ്പെട്ടുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ലൈൻ എടുക്കുന്ന ഒരുപാട് വലതുപക്ഷ രാഷ്ട്രീയക്കാർക്കും രാഷ്ട്രീയത്തിനും അവിടെ പ്രാമുഖ്യം ഉണ്ടാകുകയും പിന്നെ സുയസ് കനാലിന്റെ സമയത്ത്, യുദ്ധത്തിന്റെ സമയത്ത് ഇസ്രായേലിനെ നേരെ ഉപയോഗിക്കാനും ഇസ്രായേൽ അമേരിക്കയുമായിട്ടും ഉപകാരപ്പെടുകയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ റഷ്യയുടെ സാന്നിധ്യം അവിടെ വന്നു. ഈ യോം കിപ്പൂർ വാദ് 1973 അന്ന് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലൊരു കുറുക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ മാത്രമല്ല അമേരിക്കയ്ക്ക് ഒരു ധാരണയുണ്ടായി, ഇസ്രായേൽ അവർ സ്മാർട്ടാണ്, ഒരു മിടുക്കനാണെന്നുള്ള പല രീതിയിൽ അവർക്കൊരു ധാരണയുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ പല പല കാരണങ്ങളാൽ, മതപരമായ കാരണങ്ങളാൽ, രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ, ശീതയുദ്ധപരമായ കാരണങ്ങളാൽ അമേരിക്കയായി ഇസ്രായേലിന്റെ ഒരു വലിയൊരു സഖ്യകക്ഷിയായി മാറി. പിന്നെ അത് അവരിങ്ങനെ ട്രംപൊക്കെ ഇരുന്നപ്പോ ഈ ജെറുസലേമായിട്ട് സ്ഥലം മാറ്റിയല്ലോ, ക്യാപിറ്റൽ. അത് ജെറുസലേം, അത് എത്രയോ പ്രധാനമന്ത്രിമാര്, പ്രസിഡന്റുമാര് 20 വർഷം മുന്നേ എടുത്ത തീരുമാനമാണ്. എല്ലാവരും എന്നെ മേളിൽ കയറി ഇരിക്കുകയായിരുന്നു. ട്രംപ് അങ്ങോട്ട് വന്നിട്ട് അപ്പോഴേ അംഗീകരിച്ചു, ഓർഡർ അങ്ങോട്ടു, ഒന്നും സംഭവിച്ചില്ല. അപ്പം അവർ തമ്മിലുള്ള ബന്ധം വളരെ കൃത്യമാണ്. അതിന്റെ കാരണങ്ങൾ ഒരുപാടാണ്. പെട്ടെന്നൊരു കാരണം എന്ന് പറയാൻ കഴിയില്ല. അതൊരു നിരന്തരമായ പല പല ചരടുകൾ അതിന്റെ പിന്നിലുണ്ട്.